ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന നഗരങ്ങളിലൊന്നായ സിഡ്നിയിലെ തിരക്കേറിയ ബോണ്ടി ബീച്ച് പ്രദേശം ചോരയിൽ കുതിർന്ന ഒരു ദിനമായിരുന്നു അത്. ഭീതിയുടെ നിഴലിൽ ഒരു ജനത മുഴുവൻ ശ്വാസം അടക്കി പിടിച്ചു നിന്നപ്പോൾ സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നടത്തിയ പോരാട്ടം ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. സിറിയൻ കുടിയേറ്റക്കാരനായ അഹമ്മദ് അൽ അഹമ്മദ് എന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ ആ ധീരകൃത്യം കേവലം ഒരു വാർത്തയല്ല, മറിച്ച് മനുഷ്യത്വത്തിന്റെ അതിരുകളില്ലാത്ത കരുത്തിന്റെ അടയാളമാണ്. സിറിയയിലെ ഒരു പ്രവേശിയിലെ ഗ്രാമത്തിൽ നിന്നാണ് അഹമ്മദ് 2007 ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുന്നത്. സ്വന്തം നാട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം യുദ്ധക്കെടുതികൾ ഭയന്നാണ് സമാധാനം തേടി കടൽ കടന്നത്. സിഡ്നിയിൽ എത്തിയ ശേഷം കഠിനാധ്വാനം ചെയ്ത് ഒരു പച്ചക്കറി കട നടത്തി വരികയായിരുന്നു അദ്ദേഹം. വർഷങ്ങൾ കടന്നുപോയെങ്കിലും ഉള്ളിലെ പഴയ പോലീസ് ഉദ്യോഗസ്ഥന്റെ ജാഗ്രതയും ധൈര്യവും അദ്ദേഹത്തെ വിട്ടുപോയിരുന്നില്ല. ആക്രമണം നടന്നുകൊണ്ടിരിക്കെ മറ്റുള്ളവരെ പോലെ സുരക്ഷിത സ്ഥാനത്തേക്ക് ഓടിപ്പോകാൻ അഹമ്മദിന് കഴിയുമായിരുന്നു. എന്നാൽ തന്റെ കൺമുന്നിൽ മനുഷ്യർ പിടഞ്ഞു വീഴുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഒളിച്ചോടാൻ തയ്യാറായില്ല. തോക്കിന് മുന്നിൽ നിൽക്കുന്ന അക്രമിയെ നേരിടാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് ബുദ്ധിപരമായ നീക്കമായിരുന്നു. പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്ക് പിന്നിലുള്ള ഒളിഞ്ഞു നീങ്ങിയ അഹമ്മദ് അക്രമി തന്റെ തോക്കിന്റെ നിരകൾ നിറയ്ക്കുന്ന ആ നിമിഷം നോക്കി പിന്നിലൂടെ പാഞ്ഞെടുത്തു. അക്രമിയെ പിന്നിൽ നിന്നും കീഴ്പ്പെടുത്താൻ ശ്രമിച്ച അഹമ്മദും സാജിദ് അക്രമും തമ്മിൽ കടുത്ത മൽപ്പിടുത്തം നടന്നു. തോക്ക് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ അക്രമി അഹമ്മദിന് നേരെ 5 തവണ വെടിയുതിർത്തു. കൈക്കും തോളിലുമായി 5 വെടിയുണ്ടകൾ തുളച്ചു കയറിയിട്ടും അഹമ്മദ് പിടിവിട്ടില്ല. തന്റെ വേദനയേക്കാൾ മറ്റുള്ളവരുടെ ജീവനാണ് വലുതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഒടുവിൽ അക്രമിയുടെ കയ്യിൽ നിന്നും റൈഫിൾ ബലമായി പിടിച്ചു വാങ്ങിയതോടെ വലിയൊരു ദുരന്തം അവിടെ അവസാനിച്ചു.